എടുത്തതും. ഉടമ്പടി എടുക്കാൻ ഞാൻ ആദ്യമായി ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവരും കുറേ പേർ സാക്ഷ്യം പറയുന്നത് കേട്ട് ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, മാതാവേ, ഈ 3 മാസം ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം നീ തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചു പോയത്. എന്നാൽ പോകും വഴി തന്നെ എനിക്ക് മാതാവ് ഒരനുഗ്രഹം തരികയും അതുകൂടാതെ അടുത്ത ആഴ്ചയാണ് ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കാൻ വരേണ്ടിയിരുന്നത്. ആ ഒരാഴ്ചയ്ക്ക് മുൻപ് എനിക്കിവിടെ വന്ന് എൻ്റെ മാതാവിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം പറയാനിട തന്നതും എൻ്റെ പരിശുദ്ധ അമ്മയാണ്. എൻ്റെ മകൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു 4:30 മണിയായപ്പോൾ കയ്യിൽ കിട്ടുന്ന ഒരു വാച്ചിൻ്റെ ബാറ്ററി അവൻ്റെ വായിലിട്ടിരുന്നു. ഇതാണ് എൻ്റെ മൂത്ത മകൻ, അവനാണ് വായിലിട്ടത്. അന്നേരം ഞങ്ങൾ താഴെയായിരുന്നു, പിള്ളേർ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളിൽ. അവൻ ആ വാച്ചിൻ്റെ ബാറ്ററി വായിലിടുകയും പെട്ടെന്ന് അത് വിഴുങ്ങിപ്പോവുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും അതവന് ഛർദ്ദിക്കാനോ ഞങ്ങൾ മുതുകിലൊക്കെ കൊട്ടിയിട്ടും ഒന്നും പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അവസാനം ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ തൊണ്ടയിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുകയും വായിൽ ഒരു തുള്ളി ഉപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ എക്സ്റേയിൽ അന്നനാളത്തിൽ ആ ഒരു ബാറ്ററി കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന്. അവരവിടെ എടുത്തില്ല. ഉടനെ തന്നെ ഞങ്ങളെ ലൂർദിലേക്ക് വിട്ടു. അവിടെ പോകും വഴിയും മാതാവിനോട് ആ ഉടമ്പടി തൈലം അവൻ്റെ തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ ചെന്നും എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ആ അന്നനാളത്തിൽ തന്നെയാണ് അത് വീണ്ടും കിടക്കുന്നതെന്ന് തന്നെ പറഞ്ഞു. അവസാനം ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങളിത് എൻഡോസ്കോപ്പ് ചെയ്ത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങളോട് ചെയ്തോളാൻ പറഞ്ഞു. ഇവനെ കാഷ്വാലിറ്റി ഡോക്ടേഴ്സ് എല്ലാവരും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. കൂടെ എന്നെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയുള്ളൂ. അപ്പോൾ ഇവനെ ആ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന വേഷത്തിൽ തന്നെ ഇവനെ കിടത്തിയിരിക്കുകയായിരുന്നു. അവിടെ മാതാവിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഞാനൊരു ഭ്രാന്തിയെ പോലെ ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് ചെന്ന് പരിശുദ്ധ അമ്മ ഈശോയെ മടിയിൽ കിടത്തിയ ഒരു ചിത്രമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഞാൻ മാതാവിൻ്റെ കെട്ടിപ്പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മോൻ എല്ലാ ദിവസവും പള്ളിയിൽ പോണ മോനാണ്. അവനെപ്പോഴും അൾത്താര ബാലനായി ഈശോയുടെ അടുത്ത് എപ്പോഴും നിൽക്കാറുണ്ട്. ഞാൻ മാതാവിനോട് ഇത്രയും ചോദിച്ചുള്ളൂ, എൻ്റെ മാതാവേ, എൻ്റെ മോൻ നിൻ്റെ അടുത്ത് എല്ലാ ദിവസവും വരണേയല്ലേ? എൻ്റെ മോനെ നീ ഇറങ്ങി വാ, ഞങ്ങളുടെ അടുത്തോട്ട് ഇറങ്ങി വന്ന് എൻ്റെ മോനെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്താനുള്ള ശക്തി മാതാവ് കാണിക്കും മാതാവേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും കൂടി എന്നെ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് വിഷമിക്കണത്? അത് അന്നനാളത്തിൽ കിടക്കണത്, അത് എടുത്തു കഴിഞ്ഞാലേ പോകുള്ളൂ, അല്ലാതെ അത് പോകില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, അത് പോകുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പോണ വഴിക്ക് തന്നെ ഇവൻ എന്നെ കൈകോരി വിളിച്ചു. ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഇവന് ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനത് ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറയേ തന്നെ ഇവൻ ഒരുപാട് അങ്ങോട്ട് ഛർദ്ദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് അവിടെ വന്ന് എൻ്റെ മോനെ തൊട്ടെന്ന് എനിക്ക് ഉറപ്പായി. എന്നിട്ടത് നോക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് 100% അത് പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. ഞാൻ അവിടെ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ എക്സ്റേ എടുക്കണം, എക്സ്റേ എടുത്ത് ഒന്നുകൂടെ നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ വേഷത്തിൽ തന്നെ അവൻ എക്സ്റേ എടുക്കാൻ കയറ്റി. അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, അന്നനാളത്തിൽ ആ ഒരു ബാറ്ററി പോയിട്ട് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ്, എൻഡോസ്കോപ്പിലൂടെ നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കണം, ചെറുകുടലിലും വൻകുടലിലൊക്കെ അത് ഉണ്ടെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞ്, ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നമ്മൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കണേണെന്ന് പറഞ്ഞ് ഇവൻ്റെ എൻഡോസ്കോപ്പിലൂടെ ഇവൻ്റെ വയറൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്കും ദൈവം സഹായിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാമീപ്യവും കൊണ്ടും തിരുകുടുംബത്തിൻ്റെ സംരക്ഷണം കൊണ്ടും തന്നെ ഇവൻ ഒന്നും തന്നെ അവിടെ കാണാൻ പറ്റിയില്ല. ഡോക്ടർ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ്, പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ദിവസവും കൂടി ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞ്. എപ്പോഴും പിറ്റേ ദിവസമായി ഇവന് വിശപ്പ് വന്ന്
അപ്പോൾ ഇത്തിരി വെള്ളം കൊടുത്തപ്പോഴും ഭക്ഷണം കൊടുത്തപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ആ ഹോസ്പിറ്റലിൽ ഓടിച്ചാടി നടക്കണമായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് ഡിസ്ചാർജായി പോയിക്കോളാൻ പറഞ്ഞ്. ഏറ്റവും വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മ തന്നത്. അതുകൂടാതെ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകും വഴി എൻ്റെ സ്വന്തം അനിയന് ട്യൂമറിൻ്റെ ഓപ്പറേഷൻ വന്ന് ബ്രെയിൻ ഓർമ്മയൊക്കെ പോയിരിക്കണ ഒരു അനിയനാണ് എനിക്കുള്ളത്. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ പപ്പയാണ് എൻ്റെ അനിയനെ നോക്കിയിരുന്നത്. അവന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെള്ളം ചൂടാക്കിയിട്ട് പപ്പ ഓഫ് ചെയ്യാൻ മറന്നുപോയത്. ഞങ്ങൾ 8 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഇവിടെ നിന്ന് 4 മണിയായി ഞങ്ങൾ പോയി 8 മണിക്കാണ് എത്തിയത്. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പപ്പ ഉറങ്ങണേണ് കിടന്നുണ്ട്. അവനാണെങ്കിൽ വാതിക്കയിൽ ഇരിക്കണമുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഗ്യാസിൽ നിന്നും ഒന്നും വന്നില്ല. ഗ്യാസൊക്കെ പൊട്ടി ചില്ലൊക്കെ ചെതറി മാത്രം എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നു, അല്ലാതെ പൊട്ടിത്തെറിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തും മുമ്പേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടായെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുകൂടാതെ തന്നെ എനിക്ക് ഈ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് പോലും ഞങ്ങൾക്ക് സാമ്പത്തിക മേഖലയിലാണെങ്കിലും പ്രതീക്ഷിക്കാത്തൊരു ലോൺ തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അമ്മ ഉണ്ടെന്നുള്ളത് വിശ്വാസമുണ്ട് എനിക്ക്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു.